മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു വിയറ്റ്നാം കോളനി. ആ സിനിമ കണ്ട എല്ലാവരും അതിലെ മൂസ സേഠ് എന്ന നെടുമുടി വേണു അവതരിപ്പിച്ച കഥാപാത്രത്തെ ഓർക്കുന്നുണ്ടാകും. ഇതേപോലെ കൊച്ചിയിലെ ഒരു ചരിത്ര സംഭവമാണ് മൂസ സേഠ് എന്ന് പറയപ്പെടുന്ന ഇബ്രാഹിം പട്ടേലിൻ്റെ ജീവിതകഥ. കൊച്ചിയിൽ പഴയ കാലത്ത് ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. വളരെയേറെ പ്രത്യേകതയുണ്ടായിരുന്നു ആ തിയേറ്ററിന്. ഓല കൊണ്ട് കെട്ടിമറിച്ച ഒരു കെട്ടിടം ആയിരുന്നില്ല അത്. മുല്ലപ്പെരിയാറൊക്കെ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരുന്ന സുർക്കി മിക്സ് ചെയ്ത് കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ കൊട്ടാരം പോലുള്ള വലിയൊരു കെട്ടിടമായിരുന്നു അത്. കേരളത്തിൽ ആദ്യമായി ട്യൂബ് ലൈറ്റ് കത്തിക്കുന്നത് ഈ തിയേറ്ററിലായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് ഇതിനെ വാഴപ്പിണ്ടി വിളക്ക് എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത്. കേരളത്തിലെ തന്നെ മികച്ച ഒരു കലാസൃഷ്ടിയായിരുന്ന ഈ കെട്ടിടത്തിൻ്റെ ശില്പഭംഗി കാണുവാൻ മാത്രം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് വന്നിരുന്നു. ഈ തിയേറ്റർ പണിയാൻ നേതൃത്വം നൽകിയത് കൊച്ചിയെ തന്നെ അണിയിച്ചൊരുക്കിയ പ്രഗത്ഭനായ എഞ്ചിനീയറായ റോബർട്ട് ബ്രിസ്റ്റോ ആയിരുന്നു. ആ തിയേറ്ററിൻ്റെ പേരായിരുന്നു പട്ടേൽ തിയേറ്റർ എന്നത്. ഈ തിയേറ്ററിൻ്റെ മുതലാളി ഇബ്രാഹിം പട്ടേൽ സേഠ് എന്ന ഒരു കലാസ്നേഹിയായിരുന്നു. പട്ടേൽ സേഠിന് ഒട്ടേറെ തെങ്ങിൻ തോപ്പുകൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. പട്ടേലിൻ്റെ തെങ്ങിൻ തോപ്പിലേക്ക് പോകുന്ന പടിയാണ് പിൽക്കാലത്ത് തോപ്പും പടി ആയത് എന്ന് പറയുന്നു. തൻ്റെ ആ തെങ്ങിൻ തോപ്പ് വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് പട്ടേൽ സേഠ് അന്ന് ആ തിയേറ്റർ പണിതത്. അദ്ദേഹം ഒരു തികഞ്ഞ മതേതരവാദിയും കലാസ്നേഹിയുമായിരുന്നു. എല്ലാ മതക്കാരും ഒന്നിച്ചിരുന്ന് ആസ്വദിക്കുന്ന ഒരു ദേവാലയം പോലെ ആകണം ആ സിനിമാശാല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പട്ടേൽ സേഠ് തൻ്റെ തിയേറ്റർ അക്കാലത്തെ മദ്രാസ് കാസിനോയുടെ മാതൃകയിലാണ് നിർമ്മിച്ചത്. മദ്രാസ് കാസിനോയിലെ സ്ഥിരം സന്ദർശകൻ കൂടിയായിരുന്നു പട്ടേൽ സേഠ്. വളരെ മനോഹരമായി നിർമ്മിച്ച ഈ തിയേറ്ററിൽ ഒരു തൂണ് പോലും ഇല്ലായിരുന്നു. തൂണുകളൊന്നും ഇല്ലാത്ത കെട്ടിടം അക്കാലത്ത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് പട്ടേൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയെന്നും ആകാശത്ത് നിന്ന് പൂക്കൾ വിതറിയെന്നും പറയുന്നുണ്ട്. ആദ്യത്തെ ഫിലിം പെട്ടി വന്നിറങ്ങിയതും ഹെലികോപ്റ്ററിൽ തന്നെയായിരുന്നു. പിന്നീട് പ്രസിദ്ധമായ ഹിന്ദി ചലച്ചിത്രങ്ങൾ കൊച്ചിയിൽ വന്നതെല്ലാം ഈ പട്ടേൽ തിയേറ്ററിലായിരുന്നു. കേരളത്തിൽ ആദ്യമായി മോർണിംഗ് ഷോ നടത്തിയതും ഈ തിയേറ്ററിൽ തന്നെയായിരുന്നു. കേരളത്തിലെ ആദ്യകാലത്തെ എ ക്ലാസ് തിയേറ്ററിൽ ഒന്നാണത്. അന്ന് മലബാറിൽ നിന്ന് പോലും സിനിമാ പ്രേമികൾ ഈ തിയേറ്ററിൽ വന്നിരുന്നു. പട്ടേൽ സേഠ് വലിയ രീതിയിൽ ദാനങ്ങൾ ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നു. അതോടൊപ്പം ഒരു മോശം സ്വഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു: പണം വെച്ചുള്ള ചീട്ടുകളി. വലിയ സമ്പത്തുണ്ടായിരുന്ന പട്ടേൽ സേഠ് അക്കാലത്ത് രാമവർമ്മ ക്ലബ്ബിൽ ചീട്ട് കളിക്കാൻ പോകുമായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് തോൽവി തന്നെയായിരുന്നു ഫലം. ലക്ഷങ്ങൾ അങ്ങനെ ചൂതുകളിയിലൂടെ നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം പലപ്പോഴും കടം പറഞ്ഞ് കളിക്കാൻ തുടങ്ങി. അവിടെ അദ്ദേഹത്തിൻ്റെ തകർച്ചയും ആരംഭിച്ചു. എറണാകുളത്തുള്ള ഒരു കച്ചവടക്കാരനാണ് പലപ്പോഴും പട്ടേലിൻ്റെ കടങ്ങൾ ഈ ക്ലബ്ബുകളിൽ വീട്ടിയിരുന്നത്. ഒരിക്കൽ ചീട്ടുകളിയിൽ പണം നഷ്ടപ്പെട്ട പട്ടേൽ സേഠിന് 4.5 ലക്ഷം രൂപ നൽകി ആ ബിസിനസ്സുകാരൻ ആ തിയേറ്റർ വാങ്ങുകയായിരുന്നു. പിന്നീട് സിനിമയില്ലാതെ തിയേറ്റർ വർഷങ്ങളോളം പൂട്ടിയിട്ടിരുന്നു. അതിനുശേഷം മംഗളം എന്ന പേരിൽ ഒരു കല്യാണ മണ്ഡപം നിർമ്മിച്ചു. അതും കുറച്ചുനാൾ കഴിഞ്ഞ് പൂട്ടേണ്ടതായി വന്നു. വീണ്ടും ഈ കെട്ടിടം തോപ്പുംപടിയിൽ ഒരു അനാഥ പ്രേതം കണക്കെ നിന്നിരുന്നു. ഈ കെട്ടിടത്തിന് മുന്നിൽ ഒരു യുവതിയുടെ കൂറ്റൻ പ്രതിമയുണ്ടായിരുന്നു. ആ പ്രതിമയും പിന്നീട് നീക്കം ചെയ്തു. ഈ പ്രതിമ നീക്കിയപ്പോൾ അത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതാണ് എന്നും ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇബ്രാഹിം പട്ടേൽ സേഠ് എന്ന വലിയ മുതലാളി തീർത്തും ദരിദ്രനായി മാറിയിരുന്നു. ദുരന്തപൂർണമായ ജീവിതത്തിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടു. തൻ്റെ തന്നെ പേരിട്ട താൻ ദാനം നൽകിയ തോപ്പുംപടിയിലുള്ള പട്ടേൽ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ഒരു യാചകനാണെന്ന് തെറ്റിദ്ധരിച്ച് ആരോ അദ്ദേഹത്തെ അഗതി മന്ദിരത്തിൽ കൊണ്ടുചെന്നാക്കി. പിന്നീട് ബന്ധുക്കൾ ഇറക്കിക്കൊണ്ടുവരികയായിരുന്നു. താമസിയാതെ അദ്ദേഹം ദുരിതം നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്നും യാത്രയായി. പല സ്ഥലങ്ങളിലായി ഏക്കർ കണക്കിന് തോട്ടങ്ങൾ, എണ്ണിയാൽ തീരാത്ത വീടുകൾ ഒക്കെ ഉണ്ടായിരുന്ന ആൾ. പക്ഷേ മരിക്കുമ്പോൾ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ മുഷിഞ്ഞ ഏതാനും കടലാസുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വളരെയധികം പാവങ്ങൾക്ക് വീടുകൾ വെച്ചു കൊടുത്ത ആ ധനാഢ്യന് അവസാനം തല ചായ്ക്കുവാൻ ഒരുപാട് അലഞ്ഞു തിരിയേണ്ടി വന്നിരുന്നു. ഇതാണ് വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ മൂസ സേഠിൻ്റെ കഥ സിദ്ദിഖ് ലാൽ പറഞ്ഞത്. കൊടുത്ത് മുടിഞ്ഞ അല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെ മുടിഞ്ഞ ഒരാൾ എന്ന് പറയാം. എറണാകുളം ജില്ലയിലെ സത്താർ ഐലൻഡ് എന്ന ദ്വീപും ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായിരുന്നു എന്നും പറയുന്നുണ്ട്.